സില്ലി പോയിന്റ്. ലോക ബാഡ്മിന്റൺ രംഗത്ത് തിളങ്ങി നിന്ന രണ്ട് താരങ്ങൾ ഒരുമിച്ച് തങ്ങൾ സജീവ ബാഡ്മിന്റൺ രംഗത്തു നിന്ന് വിരമിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. ഇന്തോനേഷ്യക്കാരാണ് രണ്ടുപേരും, ഹേന്ദ്ര സത്യവാനും മുഹമ്മദ് അഹസനും. ഇരുവരും ഡബിൾസിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. നിരവധി ലോക കിരീടങ്ങൾ ഇരുവരും ഒരുമിച്ചും അല്ലാതെയും നേടിയിട്ടുണ്ട്. ഇന്തോനേഷ്യയിലെ മധ്യ ജാവയിൽ പേമലാങ് എന്ന സ്ഥലത്ത് 1984 ഓഗസ്റ്റ് 25 ഹേന്ദ്ര സത്യവാൻ ജനിച്ചു. അച്ഛൻ ഫെറി യുജിയാന്തോ, അമ്മ കാർത്തിക. ആ ദമ്പതികളുടെ 3 മക്കളിൽ ഏറ്റവും ഇളയവനായിരുന്നു ഹേന്ദ്ര സത്യവാൻ. അച്ഛൻ ബാഡ്മിന്റൺ കളിക്കുന്നത് കണ്ടാണ് ഹേന്ദ്ര സത്യവാൻ വളർന്നത്. അതിനാൽ 7-ാം വയസ്സിൽ തന്നെ സത്യവാൻ ബാഡ്മിന്റൺ കളിക്കാൻ തുടങ്ങി. 2001 തന്റെ 17-ാം വയസ്സിൽ ഏഷ്യൻ ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടിയ ഇന്തോനേഷ്യൻ ടീമിൽ സത്യവാൻ അംഗമായിരുന്നു. മിക്സഡ് ഡബിൾസിലും ടീം ഈവന്റിലുമായി 2 വെങ്കലം സത്യവാന് ലഭിച്ചു. 2002 ഏഷ്യൻ ജൂനിയർ ബാഡ്മിന്റണിൽ ഇന്തോനേഷ്യയ്ക്ക് സ്വർണം ലഭിച്ചു. ടീമിൽ സത്യവാനും ഉണ്ടായിരുന്നു. ഡബിൾസിൽ സത്യവാന് വെങ്കലം ലഭിച്ചു. ക്രമേണ ഹേന്ദ്ര സത്യവാൻ ഡബിൾസിലാണ് കൂടുതൽ ശ്രദ്ധ വെച്ചത്. 2003 ഏഷ്യൻ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ മാർക്കിസ് കിഡോ സത്യവാൻ ജോഡി റണ്ണറപ്പായി. മാർക്കിസ് കിഡോ ആയിരുന്നു അന്ന് സത്യവാന്റെ കൂടെ കളിച്ചിരുന്നത്. 2003 സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഗെയിംസിൽ ഇന്തോനേഷ്യ ടീം ഇനത്തിൽ സ്വർണം നേടി. ആ ടീമിൽ ഡബിൾസ് കളിച്ചത് മാർക്കിസ് കിഡോ സത്യവാൻ ജോഡിയായിരുന്നു. 2005 സത്യവാൻ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഗ്രാൻഡ് പ്രീ ടൂർണമെന്റുകളിൽ കളിക്കാൻ തുടങ്ങി. 2005 ഇന്തോനേഷ്യൻ ഓപ്പണിൽ മാർക്കിസ് കിഡോ സത്യവാൻ ജോഡി ചാമ്പ്യന്മാരായി. 2006 ഇന്തോനേഷ്യ ഓപ്പണിൽ കിഡോ സത്യവാൻ ജോഡി റണ്ണറപ്പുമായി. 2006 ചൈന ഓപ്പണിൽ മാർക്കിസ് കിഡോ സത്യവാൻ ജോഡി ഒരിക്കൽ കൂടി ചാമ്പ്യന്മാരായി. അവർ തോൽപ്പിച്ചത് ലോക ചാമ്പ്യന്മാരായ ചൈനീസ് ജോഡി കൈ യു ഫൂങ് ഫെ ഫെങ് ജോഡിയെ ആയിരുന്നു. ഒടുവിൽ 2006 ലോക ചാമ്പ്യൻഷിപ്പും സത്യവാൻ മാർക്കിസ് കിഡോ സഖ്യം നേടി. ചൈനയിൽ വെച്ചായിരുന്നു ചാമ്പ്യൻഷിപ്പ്. മലേഷ്യയിലെ ലിൻ വൂൺ ഫൂയി തസാരി സഖ്യം വെള്ളി നേടി. 2007 സത്യവാൻ കിഡോ സഖ്യം ലോക 1-ാം നമ്പർ പദവി നേടി. അതുകൂടാതെ കുലാലംപൂരിൽ നടന്ന BWF വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണവും കിഡോ സത്യവാൻ സഖ്യം നേടി. 2008 തുടക്കം മോശമായിരുന്നെങ്കിലും പിന്നീട് ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ കിഡോ സത്യവാൻ സഖ്യം ഇന്തോനേഷ്യയ്ക്ക് വേണ്ടി സ്വർണം നേടി, ആദ്യത്തെ ഒളിമ്പിക് സ്വർണം. പിന്നീട് ചൈന മാസ്റ്റേഴ്സ്, ഡെൻമാർക്ക് ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ എന്നിവിടങ്ങളിലും ഈ സഖ്യം തന്നെ വെന്നിക്കൊടി പാറിച്ചു. 2009, 2013, 2015, 2019 വർഷങ്ങളിൽ സത്യവാൻ ഡബിൾസിൽ ലോക കിരീടങ്ങൾ നേടി. തന്റെ കരിയറിന്റെ തുടക്കത്തിൽ മാർക്കിസ് കിഡോ ആയിരുന്നു സത്യവാന്റെ കൂട്ടെങ്കിൽ പിന്നീട് അവർ വേർപിരിഞ്ഞു. 2013 മുതൽ മുഹമ്മദ് അഹ്സാനുമൊത്തായിരുന്നു സത്യവാൻ ഡബിൾസ് കളിച്ചത്. 3 ലോക ചാമ്പ്യൻഷിപ്പുകൾ സത്യവാൻ അഹ്സാൻ കൂട്ടുകെട്ട് നേടി. മുഹമ്മദ് അഹ്സാൻ 1987 സെപ്റ്റംബർ 7 ജനിച്ചത്. ഇന്തോനേഷ്യയിലെ തെക്കൻ സുമാത്രയിൽ പാലെംസാങ് എന്ന സ്ഥലത്താണ് ജനിച്ചത്. 5-ാം വയസ്സ് മുതൽ ബാഡ്മിന്റൺ റാക്കറ്റ് ഏന്തിയ അഹ്സാൻ 2005 ഏഷ്യൻ ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടിക്കൊണ്ട് അന്താരാഷ്ട്ര കരിയർ തുടങ്ങി. 2008-09 വർഷത്തിൽ അഹ്സാൻ ആദ്യ ഗ്രാൻഡ് പ്രീ കിരീടം ലഭിച്ചു. ഫിലിപ്പീൻസ് ഓപ്പണിൽ മുഹമ്മദ് അഹ്സാൻ, ബോണ സെപ്റ്റാനോ സഖ്യമാണ് കിരീടം നേടിയത്. 2009 സുധീർമാൻ കപ്പ് ടൂർണമെന്റിൽ അഹ്സാൻ ഇന്തോനേഷ്യയുടെ കുപ്പായമണിഞ്ഞ് കളത്തിലിറങ്ങി. അഹ്സാൻ അടങ്ങുന്ന സഖ്യം വെങ്കലവും നേടി. 2010 തോമസ് കപ്പ് ബാഡ്മിന്റണിൽ അഹ്സാൻ ബോണ സെപ്റ്റാനോ സഖ്യം വെള്ളി മെഡൽ നേടി. കരിയറിന്റെ തുടക്കത്തിൽ ബോണ സെപ്റ്റാനോവും മധ്യത്തിൽ ആൽവൻ ജുലിയാൻഡോവുമായിരുന്നു അഹ്സാന്റെ ഡബിൾസ് പാർട്ണർഷിപ്പ്. ഒടുവിൽ സത്യവാൻ അഹ്സാൻ കൂട്ടുകെട്ട് നിലവിൽ വന്നപ്പോഴാണ് അഹ്സാന് ലോക ചാമ്പ്യൻഷിപ്പുകൾ എല്ലാം ലഭിച്ചത്. 3 ലോക ചാമ്പ്യൻഷിപ്പുകൾ, ഇംഗ്ലണ്ട് ഓപ്പൺ കിരീടം എന്നിവ അഹ്സാൻ സത്യവാൻ കൂട്ടുകെട്ടിന്റെ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചു. ഏതായാലും സത്യവാൻ, അഹ്സാൻ എന്നീ 2 പേരും ബാഡ്മിന്റണിൽ നിന്ന് വിരമിക്കുകയാണ്. ഇന്തോനേഷ്യയെ അതിശക്തരാക്കി മാറ്റിയാണ് ഇരുവരും വിരമിക്കുന്നത്. തീർച്ചയായും അഭിനന്ദനാർഹമായ നേട്ടങ്ങളാണ് ഇരുവരും ഒരുമിച്ച് സ്വന്തം രാജ്യത്തിനു വേണ്ടി നേടിത്തന്നത്. സില്ലി പോയിന്റ്.